സിമി ആമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് കറിവേപ്പില ഫ്രീസറിൻ്റെ തൊട്ട് താഴെ ആയിപ്പോയി ഞാൻ വെച്ചത്. അത് ഞാൻ മറന്നുപോയി എടുത്ത് വെജിറ്റബിൾ ബോക്സിലേക്ക് വെക്കുന്നതിന്. അപ്പോഴേക്കും അത് തണുത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് ശരിക്കും വെള്ളം ഇറങ്ങി നല്ല കട്ട പോലെയൊക്കെ ആയി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സഫാരിയിൽ നിന്ന് ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇവിടെ കറിവേപ്പിലയ്ക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നല്ല റേറ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കളയാനും പറ്റില്ല. ഞാൻ ഇന്നൊരു സിമ്പിൾ ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തി ചോറാണ്. അപ്പോൾ എന്നും നമ്മൾ ചമ്മന്തിയും ചോറും സെപ്പറേറ്റ് ഉണ്ടാക്കി അതല്ലേ കഴിക്കാറ്. അപ്പോൾ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത്. അതിന് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. കാരണം ഫ്രീസറിൽ നിന്ന് എടുത്തതല്ലേ, അപ്പം നല്ല രീതിയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും കറിവേപ്പില ചമ്മന്തിക്ക് അരയ്ക്കുന്നത് അവസാനമായിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ അത്രയും അരിഞ്ഞ് ചേർന്ന് പോകും. അപ്പോൾ ചമ്മന്തി കാണാൻ ഒരു ഭംഗിയൊക്കെ വരണമെങ്കിൽ ഇതേപോലെ കറിവേപ്പില കിടക്കണം. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു സാധാരണ സിമ്പിൾ ചമ്മന്തിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി നിറം വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കടുക് താളിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം സാധാരണ എങ്ങനെയാണോ നമ്മൾ കടുക് പൊട്ടിക്കുന്നത് അതേപോലെ കടുക് താളിച്ചെടുക്കുക. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് അളവ് കണക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ആവശ്യത്തിനും ടേസ്റ്റിനും അനുസരിച്ച് സാധനങ്ങളെല്ലാം ചേർക്കാവുന്നതാണ്. ഉള്ളി മൂത്തതിന് ശേഷമാണ് ഞാൻ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തത്. ഉള്ളി ഇത്രത്തോളം മൂക്കേണ്ടതില്ല കേട്ടോ. ഞാനും മോളുമായിട്ട് ഇച്ചിരി സംസാരിക്കുന്നതിനിടയിൽ അതങ്ങ് മൂത്തുപോയി. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ചോറിടുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കുക. ഇളക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിളക്കുക. ചോറ് കുഴഞ്ഞ് അങ്ങനെ ആയിപ്പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് സവാളയും തക്കാളിയും എരിവിനനുസരിച്ച് മുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്തിന് ഞാനൊരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. സാധാരണ ഓംലെറ്റിന് വേണ്ടി ബീറ്റ് ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി സവാള ഇതിനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിനൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഒരു സൈഡ് പാകമാകുമ്പോൾ അതിനെ വീണ്ടും മറിച്ചിടണം. എന്നിട്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തക്കാളിയും കുറച്ച് സവാളയുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് കൂടി എടുക്കാൻ കേട്ടോ, പക്ഷെ ഞാൻ മുളക് എടുത്തിട്ടില്ല. അത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് തൈര് സാലഡാണ്. ഇവിടെ കിട്ടുന്നത് യോഗട്ടാണ്. അതിന് വലിയ പുളിപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് വെറുതെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലിങ്ങനെ പാൽ ഉറയൊഴിച്ച് വെച്ച് അതിൽ നിന്നൊരു കട്ട തൈരാക്കി എടുത്ത് ആ എടുക്കുന്ന ഫീലിങ്സ് ഇവിടുത്തെ യോഗട്ടിന് എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ. നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ തക്കാളിയും സവാളയും മുളകും ഇച്ചിരി കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടാണ് തൈര് സാലഡ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരും അങ്ങനെ തക്കാളി ചേർത്ത് തൈര് സാലഡ് ഉണ്ടാക്കുന്നത് കാണാറില്ല. മുളക് ചേർക്കാറുണ്ട് കേട്ടോ. ബാക്കി എല്ലാത്തിലും എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ എരിവ് ഒഴിവാക്കിയത്. അതിലേക്ക് ഞാൻ പിന്നെ ചേർത്തത് നേരത്തെ കടുക് വറുത്തതിൽ നിന്ന് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കാണും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കണം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകിൽ ബിരിയാണി വയ്ക്കും, അല്ലെങ്കിൽ മീൻകറിയും ചോറും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറിയും ചോറും അങ്ങനെയൊക്കെയല്ലേ. ഇനി അതല്ല ചമ്മന്തിയും ചോറും ആണെങ്കിൽ എന്ത് ചെയ്യും, ചമ്മന്തി സെപ്പറേറ്റും ചോറ് സെപ്പറേറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു ദിവസം ട്രൈ ചെയ്തതുമാകും. വലിയ പണിയുമില്ല. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബൈ.